എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? ഇപ്പൊ കുറച്ചായില്ലേ നമ്മളൊരു ഓൺ വോയിസ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഒരു ബ്രൈഡൽ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഏരിയ എങ്ങനെ ഈസി ആയിട്ട് കവർ ചെയ്യാന്ന് നോക്കിയാലോ? അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ കൈയുടെ ഏത് സൈഡിലാണ് ഇത് ഫിൽ ആക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കോർണറിലായിട്ട് ഇതുപോലെ ഒരു സെമി സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഫിൽ ആക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. അതിന് ചുറ്റും ഒരു സെറ്റ് ഹമ്പ് വരച്ചു കൊടുക്കണേ. ഒന്നല്ല 2 സെറ്റ് ഹമ്പ്. ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് തന്നെ ഫുൾ ആയിട്ട് വരച്ചെങ്കിൽ ഫിൽ ആയിക്കോ. ഇനി നമ്മൾ ഇപ്പൊ വരച്ചേക്കുന്നതിന് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വരച്ചേക്കുന്ന സെമി സർക്കിൾ ഇല്ലേ, അതിന് ചുറ്റും ഒരു ബോർഡറോട് കൊടുത്ത് അതിനെ ഒന്ന് ഫിൽ ആയി കൊടുക്കണേ. ഇനി ഇതിന്റെ മേലെ കൂടെ ഒന്നോടെ ഒന്ന് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിട്ട് ഒരു ബോർഡറോട് കൊടുക്കുക. അതിന് ചുറ്റും ഇതുപോലെ ഹംസ് വരച്ചു കൊടുക്കണേ. ഇത്രയും വരച്ചു കഴിയുമ്പോൾ ആ ഒരു ഏരിയ ഏകദേശം കവർ ആയിട്ടുണ്ട്. ഇനിയാണ് ഇതിന്റെ ഈ ബാലൻസ് വന്നിരിക്കുന്ന ഏരിയയിലേക്ക് ഒരു ഗ്രിഡ് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ 3 ലൈൻസ് അടുപ്പിച്ച് വരച്ചു കൊടുക്കുക. നമ്മൾ വരയ്ക്കുന്നത് ഗ്രിഡ് ആയതുകൊണ്ട് തന്നെ ഈ ഗ്രിഡുകൾക്കിടയിൽ കുറച്ച് ഗ്യാപ്പ് അത് നിർബന്ധം. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 3 ലൈൻസ് അടുപ്പിച്ച് വരച്ചു കൊടുക്കുക. നമ്മൾ ഗ്രിഡുകൾ വരയ്ക്കുമ്പോൾ എന്തായാലും അതൊരു കോർണറിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആ കോർണറിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തണം. അങ്ങനെ ട്രയാങ്കിൾ വന്നാലാണ് ഏതൊരു ഗ്രിഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ബ്ലാങ്ക് ആയിട്ട് എടുക്കുന്ന സ്ക്വയർസ് ഇല്ലേ, അതിന്റെ 4 സൈഡിലേക്കും ഇതുപോലെ റാകൾ വരച്ചു കൊടുക്കുക. ഈ സെയിം എലമെന്റ് തന്നെ എല്ലാ സ്ക്വയർസിലേക്കും വരച്ച് കംപ്ലീറ്റ് ചെയ്യണേ. നമ്മൾ വരച്ചേക്കുന്ന സ്ക്വയർസിന് മിഡിലായിട്ട് ഒരു സ്റ്റാർ പോലെ ഉണ്ടാവും. അപ്പൊ ഇതുപോലെയുള്ള എല്ലാ സ്റ്റാർസും നല്ലോണം ഫിൽ ആയി കൊടുക്കണേ. ഇതോടെ ഫിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഏത് ഗ്രിഡ് ഈ ഒരു ഏരിയയിൽ വരച്ചു കൊടുക്കാട്ടോ. അപ്പൊ ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.